വാർത്തയിലേക്ക്. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതം. ഇറാനിൽ വിവിധയിടങ്ങളിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തി. ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ഹോർമൂസ് അടച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വജിത്ത് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഇരുവരും ഇതുപോലെ ലൈവിൽ സംസാരിക്കുമ്പോൾ ഈ വെടിനിർത്തലൊക്കെ വന്നു, ഇനി കുറച്ച് ആശ്വാസമായിരിക്കും കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല. ഇപ്പോൾ ഇതാ വീണ്ടും ഇങ്ങനെ സംഘർഷാവസ്ഥ നീണ്ടു നിന്നാൽ എന്താവും എന്ന് ചോദിച്ച് നമ്മൾ മടുത്തിരിക്കുന്നു അല്ലേ? മോത്തി, തീർച്ചയായും ഒരു 2 ദിവസം മുമ്പ് സമാധാനം ആഗ്രഹിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്നലെ നേരെ തിരിച്ചായിരുന്നു. ഇറാനെ ആക്രമിക്കുന്ന ട്രംപിനെയാണ് കണ്ടത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് കണ്ടത്. ഇന്നലത്തെ ആക്രമണത്തിന് തുടർച്ചയായി ഇറാനിൽ വിവിധ ഇടങ്ങളിൽ പ്രധാനപ്പെട്ട മേഖലകളിലടക്കം സൈനിക കേന്ദ്രങ്ങൾ, ഒപ്പം റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ, നേവിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നാവികസേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പല സുപ്രധാന കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം ഉണ്ടായത് എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇറാനും പലയിടങ്ങളിൽ സ്ഫോടനമുണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും 1-2 സുപ്രധാന പ്രദേശങ്ങൾ നോക്കിയാൽ, ഒന്ന് മിനാബ് പ്രദേശം, ബന്ദർ അബ്ബാസ് പ്രദേശം, ക്വഷം ഐലൻഡ്, ഗോർഗൻ പ്രദേശം എന്നിവിടങ്ങളിലെല്ലാം സ്ഫോടനമുണ്ടായതായി ഇറാനും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇതിന്റെ നാശനഷ്ടം എത്രത്തോളം വലുതാണെന്നോ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം വലുതാണെന്നോ ഇത് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും വിവിധ ഇടങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം നടന്നു എന്നത് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ഇറാൻ അതിന് ഹോർമുസിലാണ് തിരിച്ചടി നൽകിയിട്ടുള്ളത്. ഹോർമുസിൽ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ കപ്പലിൽ പതിച്ചതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം ഹോർമുസ് അടച്ചതായി ഇറാന്റെ ഉന്നത സൈനിക വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഏത് തലത്തിലാണ്, ഒരുപക്ഷെ പരിപൂർണമായി അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിയന്ത്രണമാണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നതേ ഉള്ളൂ. ഏതായാലും നിലവിൽ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം അടച്ചു എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ആക്രമണത്തിന്റെ തോത് കുറവായിരുന്നെങ്കിൽ ഇത്തവണ ഇന്നത്തെ ദിവസം അമേരിക്കയും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കുന്നുണ്ട്. അത് വലിയ തോതിലുള്ള ഒരു സംഘർഷമായി മാറുമോ എന്നതാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്.